ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബർമുഡ റീമാസ്റ്റേർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സ്ഥലങ്ങളാണ്. ഇതിന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ്, 2 സ്ഥലങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് നമ്മുടെ ന്യൂയോർക്ക് ഡാമിലാണ്. ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് ഡാം. ഫുള്ളാ വാട്ടർ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി ന്യൂയോർക്ക് ഡാം കാണാം. നിങ്ങൾ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. നേരെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് ലൂട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കി പറയാം. ഫസ്റ്റ് നമുക്കൊരു കത്തി ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമുക്കൊരു ഡബിൾ ബാരൽ കിട്ടുന്നുണ്ട്. നേരെ ചെല്ലുമ്പം വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂവാൾ കിട്ടി, മെഡിക്കിറ്റ് കിട്ടുന്നുണ്ട്. നല്ല ലൂട്ടുള്ള സ്ഥലമൊക്കെ, അത്യാവശ്യത്തിന് ലൂട്ടൊക്കെ സ്ഥലമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വേറെ ലെവലായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ തന്നെ. അവിടെ ബുയി എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു, ഒരു പോസ്റ്റർ. നമ്മുടെ കയ്യിൽ ഇമോട്ടുള്ളതുകൊണ്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് ബുയി ഇമോട്ട് കാണിച്ചാൽ വല്ല കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു നോക്കി. ബുയി ഇമോട്ട് കുറച്ച് നേരം ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് ലെവൽ 2 ബാഗും വെസ്റ്റും ഗ്ലൂവാളും എല്ലാം കിട്ടി. അവിടെ നിന്ന് നമ്മൾ നേരെ ഗ്ലൂവാളൊക്കെ എടുത്ത് വാരിപ്പെറുക്കി ബെസ്റ്റൊക്കെ മാറി നേരെ ഓടുന്നുണ്ട്. അപ്പോൾ XMP കിട്ടുന്നുണ്ട്. XMP എടുത്ത് നേരെ ഫാമാസ് 2 ഫാമാസ് ആയിരുന്നു കൈ, അതുകൊണ്ട് തന്നെ XMP മാറ്റിയിട്ട് ഫാമാസ് എടുത്ത് നേരെ ഓടുക ഗൈസ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ട, അതെടുക്കാതെ നമ്മൾ നേരെ ഓടി പ്ലാസ്മയുടെ കൂടെ നമുക്ക് മറ്റേ ഇവൻറ്റിലുള്ള പൂ കിട്ടുന്നുണ്ട്. പൂവും നമ്മൾ നേരെ എടുത്ത് നേരെ താഴോട്ട് ലൂട്ടെടുത്ത് നേരെ നമ്മൾ വേറെ സ്ഥലങ്ങളും എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. നേരെ പോകുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ നേരെ മെഡിക്കിറ്റ് എടുത്ത് ഗണ്ണ് മാറ്റി ഗണ്ണ് സ്വിച്ച് ചെയ്ത് നേരെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ M60 കിടക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ നേരെ ചെല്ലുമ്പോൾ ഇൻഹേലർ കിടക്കുന്നുണ്ട്. അതൊന്നും നമുക്കതൊന്നും വേണ്ട, വിട്ട് കളയണം. നിങ്ങളെ സ്ഥലങ്ങൾ മൊത്തം കാണിക്കണം, അത് മാത്രമേ ഉള്ളൂ. തീം അതാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടി താഴോട്ട് വരുമ്പോഴാണ്, ഈ സമയത്താണ് നമ്മുടെ ടീംമേറ്റ് ഷോട്ട് ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ഷോട്ട് എടുക്കാൻ വേണ്ടി മെഡിക്കിറ്റൊക്കെ അടിക്കുമ്പോൾ ഈ സമയത്ത് പിന്നെയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുത്തേക്കാം, വിട്ട് കളയണം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ വലിയ കാര്യത്തിൽ ബുയെ എങ്ങോട്ട് കാണിക്കുമ്പോൾ കിട്ടുന്ന സ്ഥലത്തോട്ട് നേരെ വലിയ കാര്യത്തിൽ ഓടിപ്പോവുകയാണ് ഗൈസ്. ഇവിടെ ചെന്ന് നമ്മളൊന്നുകൂടെ കാണിക്കുമ്പോൾ ഇപ്പോൾ കണ്ടോണം ഗൈസ്, നിങ്ങൾ കാണണം, ഞെട്ടിപ്പോവും. സെഡാക്കുന്നു ഗൈസ്. ഗരീനയുടെ ആകപ്പാട് ഉള്ള കലി കയറി കത്തിയെടുത്ത് വലിച്ച് രണ്ടായിട്ട് ആ പോസ്റ്റർ കീറാനുള്ള ദേഷ്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഹൈഡിങ് പ്ലേസ്, വേറെ ലെവലായിട്ട് റാങ്ക് പുഷ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഹൈഡിങ് പ്ലേസാണ് ഇതൊക്കെ. നമ്മുടെ ന്യൂയോർക്ക് ഡാമിൽ ചാടിയാൽ നല്ല ഹൈഡിങ് പ്ലേസസ് കിട്ടും. ഇവിടെ നമ്മൾ ബഗ്ഗടിച്ച് കയറിയിരുന്നാലും നല്ല ഹൈഡിങ് പ്ലേസാണ് ഗൈസ്. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കയറിയിരുന്ന വിഷയം വേറെ ലെവൽ ഹൈഡിങ് പ്ലേസ് തന്നെയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമുറായി ഗാർഡനിലോട്ടാണ്. സമുറായി ഗാർഡൻ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ മരത്തിൽ നിന്നുള്ള ഇലയും പൂവും എല്ലാം പൊഴിഞ്ഞു വീഴുമ്പോൾ വേറെ ലെവലായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കടന്ന് നീന്തി നേരെ സമുറായിലോട്ട് പോവുകയാണ്. നമ്മൾ നേരെ സമുറായി ഗാർഡൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ കണ്ട ഗൈസ്, വേറെ ലെവലായിട്ടുള്ള ഒരു സോണൊക്കെ പോട്ട്. എന്ത് സോണെന്ന്, ജെറീനയുടെ അല്ലാതെ തന്നെയുള്ള ഒരു കാര്യമാണല്ലോ സോൺ. അതൊക്കെ പോട്ടെന്ന് വിചാരിച്ചു MP40 അവിടെ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു MP40 എടുക്കാമെന്ന്. പക്ഷേ MP40 വേണ്ട ഗൈസ്, നമ്മളൊരു ഗെയിം പ്ലേ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ MP40 കളഞ്ഞിട്ട് ഏത് തോക്ക് കൈ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുന്നുണ്ട്. ഓടി വരുമ്പോഴാണ് നല്ല പിങ്ക് കളറ് ട്രീസൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വൃത്തിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ കൂട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഹിമാലയയിലെ ഒരു മല കൂട്ടാണെന്ന് തോന്നുന്നു. എന്തൊക്കെ സാധനം, പിന്നെ നമ്മുടെ കത്തി എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ട്രീസിൽ നിന്ന് നമ്മുടെ ഇല പൊഴിയുന്നുണ്ട്. വേറെ ലെവലായിട്ടുള്ള എഡിറ്റിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് എനിക്ക് പൂ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ നേരെ എല്ലാ ട്രീസിൽ നിന്ന് ഇല പൊഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓടി ചെല്ലുമ്പോഴാണ് 2 ലൂട്ട് ബോക്സ് അവിടെ കിടക്കുന്നത്. ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടാൻ നേരം വേറെ ലെവലായിട്ടുള്ള സാധനങ്ങൾ ലൂട്ട് ബോക്സിൽ നിന്ന് കിട്ടി. ഗ്രോസ AK എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ചെറുതായിട്ട് ഗൺസ് മാത്രം എടുത്തിട്ടുണ്ട്, ഗൺസും ബുള്ളറ്റ്സും മാത്രം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഞാൻ ഓടി ചാടി ചെല്ലുമ്പോൾ നമ്മുടെ കടയൊക്കെ പോലെ തന്നെ സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് ഓടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കുകയാണ് ഗൈസ്. അപ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലും രേഖപ്പെടുത്തണം. ഇവിടെ നിന്നത് ഞാൻ നിങ്ങളെ പൂ ഒഴിയുന്നത് കാണിക്കാൻ മാത്രമാണ്. പൂവാണോ ഇലയാണോ ഒന്നും അറിയത്തില്ല ഗൈസ്. വൃത്തിയായിട്ടുള്ള സംഭവം തന്നെയാണ്.
സോ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സാമുറായി കാറിനെ കാണാൻ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് സാമുറായി കാറിനാണ്. ബാക്കി 2 സ്ഥലങ്ങളും കൂടെ ഉണ്ട് ഗൈസ്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ എന്തായാലും റാങ്കഡിൽ നമ്മുടെ റീമാസ്റ്റേഡ് മാത്രമേ ഇടാൻ നോക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.